നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ അധ്യായത്തിലൂടെ നമ്മൾ ഇലക്ട്രോണിക്സ് പഠിക്കാൻ ശ്രമിച്ചെങ്കിലും അതിൽ ഏറ്റവും അധികം ആൾക്കാർ ആവശ്യപ്പെടുന്നത് സർവീസിങ് എങ്ങനെ പഠിക്കുമെന്നുള്ളതാണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരിക്കലും സർവീസിങ് പഠിക്കാൻ വേണ്ടിയല്ല. കാരണം ഇലക്ട്രോണിക്സിൽ സർവീസിങ് പഠിക്കുക എന്നുള്ളത് ഒരു വലിയ സംഭവമല്ല. നിങ്ങൾക്ക് ഒരു ഡിസൈനിങ് ഫീൽഡിലേക്കാണ് വരേണ്ടത്. അപ്പോൾ അതൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പണ്ട് കാലത്തൊക്കെ നമുക്കിവിടെ ഈ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. ടൈപ്പ് റൈറ്റർ വെച്ചിട്ട് വലിയ ടൈപ്പ് റൈറ്റർ വെച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഇന്നിപ്പോൾ ആ ഒരു സംഗതി കാണാനേ ഇല്ല. അത് കംപ്ലീറ്റ് കാലഹരണപ്പെട്ടു പോയി. നമ്മളിപ്പോൾ ഇന്ന് ഈ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റെസിസ്റ്റർ പഠിക്കുന്നു, കമ്പോണൻറ്റ് ഡയോഡുകൾ പഠിക്കുന്നു, കപ്പാസിറ്റർ പഠിക്കുന്നു. ഇത് വളരെ കാലഹരണപ്പെട്ട ഒരു ടെക്നോളജിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സിലബസ് ഒന്നും അതിനനുസരിച്ച് മാറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് എടുത്തു നോക്കാം. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, അതിനകത്ത് നിങ്ങൾ ഈ പഠിക്കുന്ന ഏതെങ്കിലും കമ്പോണൻറ്റ് വരുന്നുണ്ടോ? ഇല്ല. ഒരു ബ്ലൂടൂത്ത് അല്ലെ ഹെഡ്സെറ്റ് നമുക്കെടുക്കാം, ഒരു പ്രിൻ്റർ എടുക്കാം, അല്ലെ ഡിജിറ്റൽ മോണിറ്റർ എടുക്കാം. ഏത് സാധനം. ഇനി വാഹനത്തിൻ്റെ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ECM എന്ന് പറയും, എൻജിൻ കൺട്രോൾ മോഡ്യൂൾ, ECM. എല്ലാ വാഹനങ്ങളെയും നിയന്ത്രിക്കുന്നത് പൂർണ്ണമായി ഇലക്ട്രോണിക്സാണ്. ഇനി മെഡിക്കൽ ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ സ്കാനർ ആവട്ടെ, ലാബ് ടെസ്റ്റിംഗ് ആവട്ടെ, ഈ ലോകത്തിലുള്ള 99% സാധനങ്ങളും വർക്ക് ചെയ്യുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലാണ്. കേരളത്തിലാണെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിപ്പിച്ചു കൊടുക്കുന്നൊരു സ്ഥാപനം, ഒരു നല്ല സ്ഥാപനം എൻ്റെ അറിവിൽ ഇല്ലയെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഒരു കാലം വരെ. ഇപ്പോഴും അത്യാവശ്യം. പക്ഷേ അത് നിങ്ങളെ ഇന്ന് വരെ ലോകത്താരും പഠിപ്പിച്ചില്ലാത്ത രീതിയിൽ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് ഇലക്ട്രോണിക്സിൻ്റെ എല്ലാം നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റും. ഭാവിയിൽ ഒരുപാട് പേര്, നമ്മൾ ഇലക്ട്രോണിക്സുകാരെപ്പോഴും ജോലി അന്വേഷിച്ച് പോകേണ്ടവരല്ല. നിങ്ങൾക്ക് വ്യക്തമായൊരു ഇലക്ട്രോണിക്സ് അറിയാമെങ്കിൽ നിങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വർക്ക് വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ ഇലക്ട്രോണിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പഠിക്കേണ്ട രീതിയിൽ പഠിച്ചിരിക്കണം. പഠിക്കാതെ ചെറിയൊരു അഭ്യാസം കൊണ്ടൊന്നും സംഗതി നടക്കില്ല. പഠിക്കുമ്പോൾ പൂർണ്ണമായിട്ട് പഠിക്കണം. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന ക്ലൂസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് മാക്സിമം ഏതറ്റം വരെയും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഞാൻ. എനിക്ക് പ്രത്യേകിച്ച് ഒരാൾ പറഞ്ഞതൊന്നുമില്ല. ഞാൻ ഇൻ്റർനെറ്റ് വഴി ആശ്രയിച്ചുകൊണ്ടാണ് മാക്സിമം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിച്ചത്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങൾ പ്രോഗ്രാമിങ്ങിലേക്ക് എത്തിക്കഴിയും. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കാതെ പ്രോഗ്രാമിങ്ങിലേക്ക് വരുമ്പോഴാണ് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ നെറ്റിലൊക്കെ നിന്ന് എന്തെങ്കിലും ഒരു സംഗതി, ഒരു LED ബ്ലിങ്കിൻ്റെ ഒരു സോഫ്റ്റ്വെയർ കോപ്പി ചെയ്യുന്നു, അത് പ്രോഗ്രാമിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒരു LED ബ്ലിങ്ക് ചെയ്യിക്കുന്നു. അതൊന്നും ഒരു പ്രോഗ്രാമിംഗ് അല്ല. പ്രോഗ്രാമിംഗ് മീൻസ് അതൊരു കലയാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇവിടെ പെയിൻറ്റ് വാങ്ങാൻ കിട്ടും, പേപ്പർ വാങ്ങാൻ കിട്ടും, ബ്രഷ് വാങ്ങാൻ കിട്ടും. നിങ്ങൾ 100 പേരെ ഇരുത്തി പഠിപ്പിച്ച് കഴിഞ്ഞാലും അത്യാവശ്യം പെയിൻറ്റൊക്കെ കൈകാര്യം ചെയ്യാൻ പഠിക്കുമായിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. അങ്ങനെ പഠിച്ചാലും അയാൾ ഒരിക്കലും ഒരു നല്ല കലാകാരനാവുന്നില്ല. മറിച്ച് ഒരു കലാകാരൻ അല്ലെ കലാവാസനയുള്ള ആളാണ് പെയിൻറ്റും ബ്രഷും ഉപയോഗിച്ച് പരിശീലിക്കുന്നെങ്കിൽ തീർച്ചയായും അവർക്ക് ടോപ്പ് ലെവലിലെത്താം. അതുപോലെ തന്നെ ഡിസൈനിങ് മീൻസ് നിങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് മാക്സിമം പഠിച്ച് അതിൻ്റെ ICകളൊക്കെ 5 രൂപ 10 രൂപ വരെയുള്ളൂ. അതൊക്കെ വെച്ച് ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ പരിശീലിക്കുമ്പം ആ ഡിജിറ്റലുമായിട്ടുള്ളൊരു ബന്ധം, ആ ബന്ധം വന്നു കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങളിതിലേക്ക് പോകാൻ. പിന്നെ ഇലക്ട്രോണിക്സുകാർ പ്രത്യേകം അറിയേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. അതും ഞാൻ പറഞ്ഞേക്കാം ഈ അവസരത്തിൽ. എന്തായാലും ഒരു നല്ലൊരു സംരംഭം നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ. ഇലക്ട്രോണിക്സിൽ നമ്മളെപ്പോഴും ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സബ്സ്ക്രിപ്ഷൻ വേറെ, ഇൻകം വേറെ. മീൻസ് വ്യൂവേഴ്സ്, കണ്ടിന്യൂസ് വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ മാത്രമേ ഒരു ചാനലിന് വരുമാനമുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് ന്യൂസ് ചാനലിലാണ്. നിങ്ങൾ എന്ത് ന്യൂസ് ചാനൽ തുടങ്ങിയാലും മതി, ഇഷ്ടംപോലെ മണിക്കൂർ കണക്കിന് ആൾക്കാർ ഇരുന്ന് കണ്ടോളും. കേരളത്തിൻ്റെ പ്രത്യേകതയാണത്. ന്യൂസ് ചാനൽ ഏത് തുടങ്ങിയാലും കാണും. 2ാം സ്ഥാനത്തേക്ക് വരുന്ന എന്താണ്? നമുക്ക് കുക്കറി അല്ലെങ്കിൽ ട്രാവൽ ഷോ ഇങ്ങനെയുള്ളതൊക്കെ കാണും. ഏറ്റവും പിന്നോട്ട് 10ാം സ്ഥാനം 25ാം സ്ഥാനത്താണ് നമ്മൾ ഇലക്ട്രോണിക്സ് ചാനൽ വരുന്നത്. അപ്പം വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഇൻകമിൻ്റെ ഭാഗത്തേക്ക് ചിന്തിക്കുന്നുള്ളൂ. ഇപ്പോൾ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പറഞ്ഞു വന്ന എന്തുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇലക്ട്രോണിക്സ് പഠിക്കാൻ താല്പര്യമുള്ള നമ്മുടെ കൂട്ടുകാരിലേക്ക് പരമാവധി എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും സായിപ്പിൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് യൂട്യൂബ് ചാനൽ പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നു. എനിക്കറിയാവുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു.
ഇത് യൂട്യൂബ് വർക്ക് ചെയ്യുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ടെക്നോളജി എന്നൊരു സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. വ്യക്തികളെ നോക്കിയല്ല. അപ്പോൾ അതിനകത്ത് കൂടുതൽ ആളിലേക്ക് ഇംപ്രഷൻസ് അയച്ചു കൊടുക്കണമെങ്കിൽ, നിങ്ങൾ ഓരോ പ്രാവശ്യം മൊബൈൽ എടുക്കുമ്പോഴും കമ്പ്യൂട്ടർ എടുക്കുമ്പോഴും നമുക്കത് കിട്ടണമെങ്കിൽ, നമ്മളൊരു ചാനലുണ്ടെന്ന് അറിയിക്കണമെങ്കിൽ, നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ലൈക്ക്, ഈ 2 സംഭവം മാത്രമേ സോഫ്റ്റ്വെയർ നോക്കുന്നുള്ളൂ. അതുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ആളിലേക്ക് വ്യാപിക്കൂ. അല്ലാതെ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പം ഒരിക്കലും ഇൻകമായിട്ട് ഒരു ബന്ധവുമില്ല അതിന്. മറിച്ച് വ്യൂവേഴ്സ്, കണ്ടിന്യൂസ് വ്യൂവേഴ്സ്, കണ്ടുകൊണ്ടിരിക്കുക, തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നതിനാണ് വ്യൂ കൂടുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ് ചാനലിന് അങ്ങനെ കണ്ടിന്യൂഷൻ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക്, പ്രത്യേകിച്ച് നിങ്ങൾ ഇലക്ട്രോണിക്സുകാരായതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കണം. എനിക്ക് ആധികാരികമായി ഇപ്പോൾ പറയാൻ കഴിയുന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. ശരി, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് കൺവേർഷൻ. എന്തൊരു ഡാറ്റ മീൻസ് ഡാറ്റ എന്താണ്, അല്ലെങ്കിൽ പിന്നെ ഒരു A4 നമ്മൾ ചിത്രമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത ലെറ്റേഴ്സ് ആവാം. ഇതിനെങ്ങനെയാണ് ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അതിന് ഇലക്ട്രോണിക്സിൻ്റെ ഒരു സപ്പോർട്ടൊന്നും ഇല്ലാതെ തന്നെ വളരെ വളരെ നിസ്സാരമായിട്ട് ഞാനിതപ്പം നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാൻ പോവാണ് എന്താണ് ഡിജിറ്റൽ കൺവേർഷൻ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇലക്ട്രോണിക്സ് പ്രകാരം എങ്ങനെ ഡിജിറ്റൽ ഡാറ്റ സംഭവിക്കുന്നു എന്ന് നോക്കാം. മറിച്ച് കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഓട്ടോമാറ്റിക് ഡിജിറ്റലായി കഴിഞ്ഞു. അവിടെ സേവ് ചെയ്യുന്നതേ ഡിജിറ്റലാണ്. അല്ലാതെ പുറത്തുനിന്ന് ടൈപ്പ് ചെയ്ത ചിത്രങ്ങളോ അല്ലെങ്കിൽ മാറ്ററോ എടുത്തിട്ട് നമ്മൾ ഒരു സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്ന സമയത്താണ് അത് ഡിജിറ്റൽ ഡാറ്റയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഡിജിറ്റൽ ഡാറ്റ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻ ഡ്രൈവിൽ സൂക്ഷിക്കാനും അതുപോലെ കമ്മ്യൂണിക്കേഷൻ നെറ്റ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനൊക്കെ നമുക്കൊരു മെറ്റീരിയലിനെ ആദ്യമായിട്ട് എന്ത് വേണം? ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ വളരെ വ്യക്തമായി അതെങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്കത് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്കത് ഇലക്ട്രോണിക്സിലൂടെ എങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതും നോക്കാം. ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ കാണുന്നതാണ് ഒരു A4 പേപ്പർ. നിങ്ങൾക്കറിയാം A4 ഇതിൻ്റെ സൈസാണ്. ഇതിനകത്ത് കുറേ ലെറ്റേഴ്സൊക്കെ ടൈപ്പ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു A4 ഫോട്ടോ ആവട്ടെ, അതല്ലെങ്കിൽ ഇതുപോലെ ലെറ്റേഴ്സ് ആവട്ടെ, ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഡിജിറ്റൽ ഡാറ്റയായി കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതൊരു ഡിജിറ്റലല്ല, ഇതൊരു വെറും ഒരു പേപ്പറിനകത്ത് പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനെ നമ്മളൊരു സ്കാനറിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ സ്കാനറിൽ വെച്ച് ഇത് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ അതിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. മാക്സിമം ക്ലാരിറ്റിയിൽ തന്നെ നോക്കിക്കോളൂ. ഇവിടെ കുറേ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്തിരിക്കുന്നു. ഇവിടെയൊക്കെ വൈറ്റാണ്. ഇതിൻ്റെ ഈ പോയിൻറ്റ്സിൽ മാത്രം ബ്ലാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ ചെറിയ ചെറിയ പീസസ് ആക്കാൻ പോവാണ്. പീസസ് ആക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈഡിൽ നമ്പർ ചെയ്യും. 1, 2, 3, 4, 5, 6 ഇങ്ങനെ ഞാൻ ഇതിനേതാണ്ടൊരു 7000 പീസസ് ആക്കാൻ പോവാണ്. 7000 പീസസ് ആയിട്ട് മുറിക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അപ്പോൾ മുറിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിനെ ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ, ഇപ്പോൾ ഈ ഭാഗത്താണെങ്കിൽ അവിടെ ചെറിയ അപ്പോൾ ഇതിന് നമ്പറുണ്ട്. 1ാമത്തെ പീസ് അങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു 10 പീസ് കഴിഞ്ഞു. പിന്നെ ഇതിൽ നോക്കിയപ്പോൾ ശ്രദ്ധിച്ചോളൂ. 12ാമത്തെ പീസ്, 13ാമത്തെ പീസ്, 14ാമത്തെ പീസ്, ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിനൊക്കെ നമ്പറുണ്ട്. അപ്പോൾ ഇതെന്തായി മാറി? ഇങ്ങനെ നൂലിൻ്റെ അളവിലേക്ക് മാറി. വളരെ ചെറിയ ഒരു നൂല്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും കാണുന്നത് അക്ഷരങ്ങളോ അല്ലെ ചിത്രങ്ങളോ അല്ല. കുറച്ച് ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഡോട്ട്സ് വരും, ഡോട്ട് ഇല്ലാത്ത സ്ഥലം വീണ്ടും ഡോട്ട് വരും, അടുത്തടുത്ത ഡോട്ട്സ് വരാം, അകന്ന ഡോട്ട് വരാം. മൊത്തം ഇത് വെറും ഡോട്ട്സ് ഉള്ള അവസ്ഥ അല്ലെങ്കിൽ ഡോട്ട് ഇല്ലാത്ത അവസ്ഥ, ആ ഒരു രൂപത്തിലേക്ക് ഇത് മാറ്റപ്പെട്ടു. ഇത് ഞാൻ കത്രിക കൊണ്ട് മുറിച്ചുകൊണ്ടാണ്. കുറച്ചുകൂടി പറഞ്ഞാൽ അതിനെ ഞാൻ 1,00,000 പീസസ് ആക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നൂലിൻ്റെ വണ്ണത്തിലേക്ക് മാറുന്നു. അപ്പോൾ ഈ നൂലിൻ്റെ മുകളിലൊക്കെ കാണും നമ്മൾ കുറച്ച് അടുത്തടുത്തിരിക്കുന്ന ഡോട്ട്സും അകന്നിരിക്കുന്ന ഡോട്ട്സും മാത്രമാണ്. ഇനി ഇത് ഞാൻ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുകയാണ്. അവരോട് ഇതിൻ്റെ നമ്പർ പ്രകാരം എടുത്തു വെക്കാൻ പറയുന്നു. 1, അതുപോലെ 2ാമത്തെ പീസ്, 3ാമത്തെ പീസ്.
ഇത് ആ കിട്ടുന്ന കക്ഷി ഓരോന്നിങ്ങനെ 1 by 1 ആയിട്ട് അടുക്കി വെക്കുകയെന്ന് വിചാരിച്ചോ. 1, 2, 3 ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ ഏത് രൂപത്തിലാണോ ഇത് കൊടുത്തത് അതേ രൂപത്തിൽ തന്നെ വീണ്ടും അവിടെ ആ കിട്ടിയ കക്ഷിക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒരു ഡിജിറ്റൽ ഡാറ്റ കൺവേർഷൻ എന്ന് പറയുന്നത്. ഈ രൂപത്തിലേക്ക് മാറുന്ന സമയത്ത് ഇലക്ട്രോണിക്സിൽ വേറെ രീതിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക്സ് ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, ഇതെല്ലാം നീളത്തിൽ കുറേ ത്രെഡായി മാറി. അതിനെ 1 by 1 ആയിട്ട് ഞാനിങ്ങനെ കൂട്ടി ജോയിൻ ചെയ്ത് ഒന്നിൻ്റെ പുറകെ ഒന്നിങ്ങനെ കിടുമ്പോൾ ഇതുപോലൊരു ത്രെഡ് രൂപത്തിലേക്ക് മാറി. ഇതിനാണ് ഡിജിറ്റൽ സ്ട്രീം എന്ന് പറയാം. ഈ സ്ട്രീം നമുക്ക് എന്തെങ്കിലും ഒരു പൈപ്പ് വഴിയോ എന്തെങ്കിലും സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്വീകരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തുമ്പോൾ എങ്ങനെയാണോ ഇവിടുന്ന് ഞാൻ സ്പ്ലിറ്റ് ചെയ്തത് അത് പ്രകാരം ഇങ്ങനെ അടുക്കി വെക്കുന്ന സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ചിത്രം അഥവാ ടൈപ്പ് ചെയ്ത ലെറ്റേഴ്സ് ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റപ്പെട്ടു. ഇനി ഇത് തന്നെയാണ് ഇങ്ങനെ ത്രെഡായി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ ത്രെഡിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുകയെന്ന് വിചാരിക്കാം. വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഈ രൂപത്തിലേക്ക് ത്രെഡിനെ നിങ്ങളിങ്ങനെ ചുറ്റുന്നു. സ്റ്റാർട്ടിങ് കൂടി ഇങ്ങനെ ചുറ്റി വെക്കുന്നു. ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു CD എന്ന് പറയുന്നത്. CD കോമ്പാക്റ്റ് ഡിസ്ക്. നിങ്ങൾ ഈ രൂപത്തിലാണ് ഒരു ത്രെഡ് രൂപത്തിൽ ഒരറ്റത്തും തുടങ്ങി ഈ അറ്റം വരെ നീളത്തിൽ കിലോമീറ്റർ കണക്കിന് നീളം വരുന്നതായി ചുറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഡിജിറ്റൽ സ്ട്രീം. അപ്പോൾ അതിലെങ്ങനെയാണോ അവിടെ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് റീഡ് ചെയ്തുകൊണ്ട് ഒരറ്റം മുതൽ വീണ്ടും ഇങ്ങനെ നമ്മൾ റീഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്താണോ ഇതിൽ കൊടുത്തിരിക്കുന്നത്, ചിത്രമാവാം, പാട്ടാവാം, എന്തും ആവാം, ഈ ഡിജിറ്റൽ ഡാറ്റയെ വീണ്ടും നമുക്ക് ഒരു പേപ്പറിലേക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇങ്ങനെയാണ് ഒരു ഡിജിറ്റൽ ഡാറ്റ സംഭവിക്കുന്നത്. ഇനി അടുത്ത സ്റ്റേജിൽ ഇത് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് വിശദീകരിച്ച് തരാം.